ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. 2027 വരെ അദ്ദേഹത്തിന് റയലുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ താരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് ഒരു ഓഫർ നൽകിയെന്നും അത് വിനീഷ്യസ് ജൂനിയർ നിരസിച്ചു എന്നുമുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 1 ബില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരുന്നു സൗദി നൽകിയിരുന്നത്. വരുന്ന സമ്മറിൽ വിനീഷ്യസ് ജൂനിയർ ഈ ഒരു ഓഫർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാഷ ടവോലിയേരി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് ക്ലബായ PSG ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറുടെ ഏജന്റ് സംസാരങ്ങൾ നടത്തി, ചില കോണ്ടാക്റ്റുകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് ഈ മാധ്യമ പ്രവർത്തകൻ പങ്കുവച്ചിട്ടുള്ളത്. RMC സ്പോർട്ടിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു റിപ്പോർട്ടറാണ് സാഷ ടവോലിയേരി. അതായത് വിനീഷ്യസ് ജൂനിയർക്ക് PSG പോവാൻ താല്പര്യമുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. PSG വലിയ താല്പര്യമുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ. കാരണം കിലിയൻ എംബപ്പെ പോയ സ്ഥാനത്തേക്ക് അവർ വിനീഷ്യസിനെ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു. റയലിൽ തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം വിനി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റയലുമായി ഇപ്പോൾ അത്ര ഒരു നല്ല ബന്ധം വിനീഷ്യസിന് ഇല്ല എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും വിനീഷ്യസ് ജൂനിയർ ലാലിഗയിൽ ഇപ്പോൾ അത്ര നല്ല സമയത്തിലൂടെയല്ല കടന്നു പോകുന്നത്. ലാലിഗയിൽ താരം ഒരു ഗോൾ നേടിയിട്ട് ഇപ്പോൾ 3 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ സീസണിൽ ആകെ 14 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം ഈ ഒരു സീസണിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും വിനിയുടെ ഭാവിയുടെ കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തതകൾ കൈവരേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.